മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് മാത്രം നിരോധനം ഏർപ്പെടുത്തും. മറ്റു വാഹനങ്ങൾ നിയന്ത്രണ വിധേയമായി കടത്തിവിടുകയും ചെയ്യും. കോഴിക്കോട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത്. താമരശ്ശേരി ചുരത്തിൽ പോലീസ് നിയന്ത്രണത്തോടെ വാഹനങ്ങൾ കൃത്യമായ ഇടവേളകളിൽ കടത്തിവിടാനാണ് തീരുമാനം. ചുരം വ്യൂ പോയിന്റിൽ വിനോദസഞ്ചാരികൾക്ക് വിലക്ക് ഏർപ്പെടുത്തും. സാധാരണ നിലയിലാകുന്നതുവരെ അഗ്നിരക്ഷാസേനയുടെ ഒരു യൂണിറ്റ് ചുരത്തിൽ വിന്യസിക്കും. അപകടമുണ്ടായപ്പോൾ കളക്ടർ എത്തിയില്ല എന്ന ടി സിദ്ദിഖ് എംഎൽഎയുടെ ആരോപണത്തിന് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാറിന്റെ മറുപടി ഇങ്ങനെ: കളക്ടർ നമ്മുടെ ജില്ലാ കളക്ടർ ഒരു പേരല്ല, ഒരു സിസ്റ്റമാണ്. സോ ഡെപ്യൂട്ടി കളക്ടർമാരുണ്ട്, തഹസിൽദാർമാരുണ്ട്, ഒരുപാട് ഉദ്യോഗസ്ഥനാണ്. സോ ഇത് കളക്ടർ ഇൻഡിവിജ്വലായിട്ട് നോക്കാൻ ഒരു ആവശ്യവും ആ സമയത്ത് ഉണ്ടായിട്ടില്ല. കാരണം എനിക്ക് എല്ലാ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ടായിരുന്നു. എന്നാൽ 2 ദിവസം ഈ സിസ്റ്റം ഉണ്ടായിരുന്നില്ലെന്നായിരുന്നു ഇതിനുള്ള ടി സിദ്ദിഖ് എംഎൽഎയുടെ മറുപടി. ചുരം റോഡ് തകർന്നാൽ അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം പോലും വയനാടിന്റെ സാമൂഹ്യ ജീവിതത്തെ ഗൗരവതരമായി ബാധിക്കും. നാഷണൽ ഹൈവേ 766ന്റെ ചുരം ഘാട്ട് സെക്ഷൻ ഏറ്റവും അതിപ്രധാനമായി സംരക്ഷിക്കപ്പെടേണ്ട ഭൂഭാഗമാണ്. വയനാട് ചുരത്തിലുണ്ടായ മണ്ണ് നീങ്ങിനിരങ്ങൾ പ്രതിഭാസത്തിൽ കൂടുതൽ പഠനം വേണമെന്ന് മണ്ണ് സംരക്ഷണ വിദഗ്ധൻ പി യു ദാസ് ആവശ്യപ്പെട്ടു. 24 കോഴിക്കോട്.